എനിക്കിപ്പോ 31 വയസ്സായി, 31 റൈറ്റ് നൗ. ഒരു നല്ല എമൗണ്ട് ഓഫ് ആളുകൾ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് പറഞ്ഞ് ഡയറക്ട്ലി പറഞ്ഞിട്ടില്ലെങ്കിലും ഇൻഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ട്, അതിന് ജസ്റ്റേഴ്സ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി നല്ലൊരു എമൗണ്ട് ഓഫ് ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടാവും. ആ പറ്റില്ല എന്ന് വിശ്വസിച്ച ആളുകൾക്കുള്ള മറുപടിയാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ബന്ധുക്കളൊക്കെ പരീക്ഷ കഴിയുമ്പോൾ നമ്മൾ തോറ്റു എന്ന് അറിഞ്ഞാലും ചിലപ്പോൾ തോറ്റില്ല എന്ന് ചോദിക്കും അല്ലേ? ഇല്ലേ? തോറ്റു എന്ന് ഉറപ്പായിരിക്കും, എന്നാലും ചോദിക്കും. അപ്പൊ ജസീല ആ പറയുന്ന ഡീമോട്ടിവേഷൻ യഥാർത്ഥത്തിൽ ജസീലയുടെ ഊർജ്ജമായി കൺവേർട്ട് ചെയ്തു, എനർജിയായി കൺവേർട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം. അറ്റൻഷൻ ഡൈവേർട്ട് ആവാണ്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അതിൽ നിങ്ങൾ 110% നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അതാണ് ഈ സിവിൽ സർവീസ് എക്സാം. സിവിൽ സർവീസ് സബ്ജക്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ UPSCയുടെ എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത് വാസ്റ്റ്, സെയിം ലൈക്ക് എ ഫോറസ്റ്റ്. അതിനുള്ളിൽ പല കാര്യങ്ങളും ഉണ്ടാവും. ഇത് നമുക്ക് കൃത്യമായിട്ടുള്ള വഴി മനസ്സിലായാൽ മാത്രമേ നമുക്ക് ആ കാട്ടിക്കൊള്ളൊന്നും പുറത്ത് കടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെ കൺസിഡർ ചെയ്യണം. സോ അറ്റൻഷൻ ഡൈവേർട്ട് ആവാണ്ടിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടാവണം. ഇത്ര മണിക്കൂർ നമ്മൾ ഉറങ്ങണം. നിങ്ങൾ ഈ 4 മണിക്കൂർ 5 മണിക്കൂർ ഉറങ്ങുകയെന്ന് ചെയ്യരുത് കേട്ടോ. കാരണം ഹെൽത്തി സ്ലീപ്പ് എന്ന് പറയുന്നത് 6 to 7.5 hours ആണ് പെർ ഡേ. അത് നിങ്ങൾ ഉറങ്ങണം. കാരണം നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ബ്രെയിൻ ആണ്. ആ ബ്രെയിൻ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ബ്രെയിനിന് നിങ്ങൾ കറക്റ്റ് റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ബ്രെയിൻ നിങ്ങൾക്ക് വേണ്ടി സഹകരിക്കില്ല, വർക്ക് ചെയ്യില്ല. വേറെ ഡിസിപ്ലിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ വേറെ ഡിസിപ്ലിനറി ആക്ടിവിറ്റിയാണ് ഓൺ ടൈമിൽ നല്ല വൃത്തിക്ക് ഫുഡ് കഴിക്കുക. അതൊന്നും ഇപ്പൊ ഈ ലഞ്ച് വൈകുന്നേരം ഒരു 5 മണിക്ക് 4 മണിക്ക് കഴിക്കുക, എന്നിട്ട് ഒരു 11 മണിക്ക് ഡിന്നർ കഴിക്കുക, പിന്നെ ഒരു അത് 12 മണിക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങാനും ലേറ്റ് ആവും അല്ലെ. അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിയാകുമ്പോൾ ബ്രഞ്ച് ആയിട്ട് കഴിക്കുക. ഇങ്ങനെ ചെയ്താൽ എഫക്റ്റീവ് ആവില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇല്ലേ, ഈ എക്സാം നടക്കുന്ന മോർണിംഗ് ടു നൂൺ ടൈം ഫോർമൂളില്, അതായത് 9:30 മുതൽ ഒരു 11:30 വരെ, 2:30 മുതൽ 4:30 വരെയുള്ള ടൈമാണ്. നിങ്ങളുടെ തല വർക്ക് ചെയ്യേണ്ടത് ആ ഒരു ടൈമിലാണ് നിങ്ങൾ എനർജറ്റിക് ആയിട്ടിരിക്കുന്നത്. സ്ട്രെസ് ഇല്ലാതെ കുറച്ച് ഓവർ സ്റ്റൈം ചെയ്യാണ്ട് നമ്മൾ ബ്രെയിൻ സ്ട്രെസ് കൊടുക്കാണ്ട് നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾ ടൈം എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യണം. നിങ്ങളുടെ എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസിന് കൂടെ നിങ്ങൾ ടൈം കൊടുക്കണം. പാട്ട് കേൾക്കണം, സിനിമ കാണാൻ താല്പര്യമുള്ള സിനിമ കാണണം എന്നാണ് നിങ്ങളുടെ എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ്. പെർമിസിബിൾ ആയിട്ടുള്ള എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പഠിക്കണം. അതിന് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് ടൈം ടേബിൾ വേണം. 1 വർഷം കോച്ചിങ് എടുത്തു. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം PG കഴിയുന്നു, നേരെ വർക്കിന് കയറുന്നു, അത് കഴിഞ്ഞ് നേരെ കോച്ചിങ്ങിന് കയറുന്നു, പിന്നെ എക്സാം ക്ലിയർ ചെയ്യുന്നു. എനിക്കൊരു ബ്രേക്ക് വേണം തോന്നി. എനിക്ക് ബ്രേക്ക് വേണം തോന്നി, അത് ആർക്കായാലും തോന്നുന്നതിന് തെറ്റില്ല, ബ്രേക്ക് എടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ സ്ട്രെസ്ഡ് ആയി പോകും. ദെൻ ഞാൻ ഡിസിഷൻ എടുത്തു, ഇനി ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പോയി വന്നു, ഇനി ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ലൈഫിൽ ഒരു നല്ല ഒരു പോസിറ്റീവായിട്ട് എൻ്റെ ലൈഫിൽ വരുന്ന ചേഞ്ച് എനിക്ക് സർവീസ് കിട്ടണം എന്നുള്ളതായിരുന്നു. ഞാൻ ഉറപ്പിച്ചു. കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കി. 24-ൽ ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്തില്ല, ഓർക്കണം. പക്ഷെ ഞാൻ എൻ്റെ മൈൻഡിനെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു ദാറ്റ് ഞാൻ ഓൾറെഡി എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി. ഒരു നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞ ടാഗില്ലേ, മെയിൻസ് റെഡി ബിഫോർ പ്രിലിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം മെയിൻസ് റെഡിയാക്കണമായിരുന്നു. മെയിൻസ് എല്ലാം കറക്റ്റായിട്ട് ടൈം ടേബിൾ വെച്ച് പഠിച്ചു. ഓരോ ടോപ്പിക്കിനും ഓരോ സബ്ജക്റ്റിനും ഓരോ വീക്ക് ഇട്ടു. ആ വീക്കിൽ കൃത്യമായിട്ട് റിവിഷനൊക്കെ നടന്നു. ടെസ്റ്റ് സീരീസ് എടുത്തു. മൾട്ടിപ്പിൾ മെന്റേഴ്സിന്റെ അടുത്ത് ആൻസേഴ്സ് കാണിച്ചു. എൻ്റെ മെന്ററിന്റെ പേര് സുനീഷ് എന്നാണ്. സുനീഷ് സാർ ഇവിടെ വന്നിട്ടില്ല. സാറ് എപ്പോഴും പറയും, അതായത് ഞാൻ ആഴ്ചയിൽ 2-3 ദിവസം 2 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ സാറിൻ്റെ അടുത്ത് പോയിരുന്ന് ആൻസേഴ്സ് ഫ്രെയിംവർക്ക് ഒക്കെ റെഡിയാക്കി അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്താണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സർവീസ് കയറണം എന്നുള്ള ഒരു കാര്യം എനിക്കുണ്ട്. പക്ഷെ സാറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഈ കുട്ടീനെ ഒന്ന് കയറ്റി വിടണം എന്നൊരു മൈൻഡായിരുന്നു. അതിനുവേണ്ടി എന്ത് എഫേർട്ട് എടുക്കാനും അവർ വില്ലിങ് ആയിരുന്നു. സൈലന്റ് ടീം വില്ലിങ് ആയിരുന്നു. ഫ്രം ഫാക്കൽറ്റി ടു സ്റ്റാഫ് എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അത് ചെയ്തു തരാം. അങ്ങനെ വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് സീരീസ് ആയിരുന്നു എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഫീൽ ചെയ്ത് ലൈക്ക് എക്കൂടാ കെയിം ബിഫോർ എന്നുള്ളത്. പ്രിലിംസ് നമ്മൾ പാസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. മെയിൻസ് നമ്മൾ നന്നാക്കി, അതായത് സെക്കൻഡ് സ്റ്റേജ് നന്നാക്കി പ്രിപ്പയർ ചെയ്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചാൽ
ഈ എക്സാം ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നമുക്ക് വെറും 2.5 to 3 മാസമേ കിട്ടുള്ളൂ. ഈ 3 മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് അല്ല, അല്ലെങ്കിൽ ഒരു പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല മെയിൻസ് എന്ന് പറയുന്നത്. ഞാൻ 2023 എഴുതിയിട്ടുണ്ടായിരുന്നു മെയിൻസ്, ഞാൻ പറഞ്ഞല്ലോ. അന്ന് എനിക്ക് ഒരു പേപ്പറിന് കിട്ടിയത് എത്തിക്സിന്റെ ഒരു പേപ്പർ ആയിരുന്നു, GS4 എന്ന് പറയും. ആ എത്തിക്സിന്റെ പേപ്പറിന് അന്ന് എന്റെ മാർക്ക് 107 ആയിരുന്നു. ഈ സുനി സാറിന്റെ കഠിന പരിശ്രമം കൊണ്ട് എനിക്ക് 20 മാർക്കാണ് ആ പേപ്പറിൽ കൂടിയത്. ദാറ്റ് ഐ ഗോട്ട് 127. അത് എനിക്കൊന്ന് അത്യാവശ്യം വലിയൊരു സ്കോർ ആയിരുന്നു. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ, നിങ്ങൾ 110% കൊടുക്കാൻ വില്ലിങ് ആണെങ്കിൽ ഒബ്വിയസ്ലി 200% ആക്കിയിട്ട് സൈലം നിങ്ങൾക്ക്. എന്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്.